അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ സിറ്റിയിൽ തന്നെയാണ് ഗൈസ്. നമ്മളെ ഡ്യൂക്ക് കുട്ടനൊക്കെ ഇവിടെ ഇരിപ്പോണെന്ന് രാത്രിയാണ് ഗൈസ്. എന്താല്ലേ ആ ഡ്യൂക്ക് ഇവിടെ ഇരിക്കൊണ്ട് നമ്മളെ വസ്പിരിപ്പുണ്ട്. ബൈനുക്കുട്ടൻ നമ്മളെ തല പിടിച്ച് ബൈനുക്കുട്ടൻ നല്ല മാന്യമായിട്ട് വെടിഞ്ഞ് അകത്ത് കൊണ്ടുപോയി സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിൽ കൊണ്ടുപോയി സ്വിമ്മിംഗ് പൂളിലോട്ട് നമ്മളെ ചവിട്ടി ഇടുകയാണ് ഗൈസ് ചെയ്തത്. ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയപ്പോൾ തല പിടിച്ച് ഭിത്തി അടിച്ചത് വേറെ കാര്യം. നമ്മൾ ഈ വണ്ടിയിലെ ലൈറ്റ് ഒന്ന് ഓണാക്കിയിട്ടേക്ക് ഇത് എവിടെ കൂടെ കയറി രാത്രി കൊണ്ട് ഒന്നും വ്യക്തമാകുന്നുമില്ല. ഇൻട്രോ ചെയ്ത സമയത്ത് ഇത്തിരി ലൈറ്റൊക്കെ ഇടായിരുന്നു ഗൈസ്. ആരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ഗൈസ്. നമ്മളെന്നും ഓർക്കും വേണ്ടല്ലോ. എനിക്ക് സങ്കടമൊന്നുമില്ല, നല്ല ചെറിയൊരു വിഷമുണ്ട് ഗൈസ്. വിഷമുണ്ട് നമുക്ക് വിഷമുണ്ടിടാ. രണ്ടു അടിയിൽ ലൈറ്റൊക്കെ വളക്കിയിട്ട് ഗൈസ്. പിന്നെ അവിടെ ബാക്കിൽ ലൈറ്റ് എന്താണ് ഓണാവാത്ത? താറിൻ്റെ ഓണാക്കാം ഗൈസ്. ബാക്കിൽ ലൈറ്റ് ഓണാക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല ഗൈസ്. ചങ്കിരി ചുങ്കു. ഈ വണ്ടിക്കും കൂടെ നമുക്ക് ലൈറ്റ് ഓണാക്കിയിടാം. വണ്ടിയിലെ ലൈറ്റ് ഓണാക്കി. വാ എന്ത് ലൈറ്റ് ഓണാവാത്ത? ലൈറ്റ് എണ്ണൻ്റെ ഓണായി കിടക്കുകയാണോ? എന്തൊരു പ്രകാശം, ഇത്രയും പ്രകാശമുള്ള വണ്ടിയോ ലൈറ്റിന്. അരേ വാ, ഇത് വണ്ടിയുടെ ലൈറ്റിൻ്റെ പ്രകാശമായിരുന്നു ഗൈസ്. ഇമാതിരി പ്രകാശം രാവിലെ ആവും കേട്ടോ ഈ പ്രകാശം അടിച്ച്. ലൈറ്റ് നല്ല പ്രകാശം ഗൈസ്, നല്ല പ്രകാശം. അപ്പോൾ ഗൈസ്, നമ്മളൊരു അളിയൻ്റെ ചാനലുണ്ട് ഗൈസ്. അവൻ്റെ ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വിടണം ഗൈസ്. ചാനലിൻ്റെ പേര് TB Yadu FF എന്നാണ്. അണ്ണൻ്റെ ചാനലിലും സബ്സ്ക്രൈബറിലാണ് നമ്മളത് പരാതി അറിഞ്ഞ് നിൻ്റെ ചാനലിൽ മാത്രം എന്താ ഇത്ര സബ്സ്ക്രൈബറാകും, നമ്മളെ ചാനലിലൊന്നും സബ്സ്ക്രൈബറില്ലല്ലോ എന്നൊക്കെ അണ്ണൻ നമുക്ക് പരാതി പറഞ്ഞു ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ അണ്ണൻ്റെ ചാനലിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടണേ ഗൈസ്. പാവൻ ചെറുക്കൻ ജീവിച്ച് പോട്ട് ഗൈസ്. എന്നെ മാത്രം ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കില്ല ഗൈസ്. എൻ്റെ പാവൻ ചെറുക്കനെയും കൂടെ സപ്പോർട്ട് ചെയ്യും ഗീസ് ആൾക്കാർ. എൻ്റെ പാവൻ ചെറുക്കനാണ് ഗീസ്, അവനെ സപ്പോർട്ട് ചെയ്യണം ഗീസ്. ഗൈസ്, നമുക്ക് 40 സബ്സ്ക്രൈബറായി ഗൈസ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് 40 സബ്സ്ക്രൈബേഴ്സിനുണ്ടാക്കി. ഓരോരുത്തരെ വീഡിയോയിലൊക്കെ കാണിക്കില്ലേ ഗൈസ്, ഒരു സബ്സ്ക്രൈബർ ആകുമ്പോൾ പടക്കം പൊട്ടിക്കണ. അതെ, ആ ഒരേ സബ്സ്ക്രൈബർ ആരാണെന്നറിയാവോ? അവരുടെ ബന്ധുക്കളാണ് തന്നിട്ടും ഗൈസ്. അല്ലെങ്കിൽ അപ്പുറത്ത് ക്യാമറാമാൻ്റെ ഫോണിൽ നിന്നല്ല സബ്സ്ക്രൈബ് ചെയ്തിരിക്കും ഗൈസ്. അല്ലാതെ ഒരു സബ്സ്ക്രൈബർ കറക്റ്റ് ടൈമിങ്ങിനാവില്ല ഗൈസ്. അയ്യോ, നമ്മൾ ലൈറ്റിടാനായിരുന്നു ഗൈസ് ഡ്യൂക്ക് ഓണാക്കിയ. നമ്മളെ ഡ്യൂക്കിൻ്റെ ലൈറ്റ് പൊളി തന്നെ. ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ച് ഇനിയിപ്പോൾ റൗണ്ട് അടിച്ചിട്ട് വരാം ഗൈസ്. നമുക്ക് അരേ വാ. ലൈറ്റ് അവിടെ പോയി, ലൈറ്റ് ഓഫ് ആക്കിയാണ്. ലൈറ്റ് വന്നത്, ലൈറ്റൊക്കെ ഇട്ടു. ഡ്യൂക്കിൻ്റെ ലൈറ്റാണ്, പോസ്റ്റിൻ്റെ ലൈറ്റേ അല്ല. അപ്പം നമ്മളെ വണ്ടിയുടെ ലൈറ്റ് ഓൺ ആയതാണ്. എന്തൊരു ലൈറ്റ്, പൊട്ട ലൈറ്റ്, വർക്കാവണില്ലല്ലോ. വാങ്ങിച്ച് വെക്കണ്ടായിരുന്നു. അല്ല, 6 പാക്ക് ഹെഡ് ലൈറ്റൊക്കെയാണ് നമ്മൾ അണ്ണന് വെച്ചേക്കണത്. വണ്ടി നമ്മളെ പുതിയ വേറൊരു വണ്ടി ബെന്നി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. ഇന്നോവ മാത്രമേ ഇവിടെ വന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് എടുത്തോളൂ. പിന്നെ ഒരു കുറേ വണ്ടികളുണ്ട്. നമുക്ക് 2 വണ്ടി ഉണ്ടായിരുന്നു വേറെ. അത് രണ്ടും ഇപ്പം ബെന്നിയുടെ മെക്കിയ വർഷാപ്പിൽ കിടക്കും. നമ്മൾ ഇടിച്ചു കൊണ്ടുപോയി പണിഞ്ഞ്. വണ്ടി ഏതാണ് ഞാൻ പറഞ്ഞത്? ഒരു സെക്കൻഡ്. ഒരു ദിവസം ഞാൻ പറഞ്ഞ നമുക്ക് 2 വണ്ടിയുണ്ട്. നമ്മളിപ്പോൾ ബെന്നിയുടെ ഷോറൂമിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ് വണ്ടി. നമ്മളെ വണ്ടിയിൽ നിന്ന് സഫാരിയാണ് ഒരു. അപ്പോൾ നല്ല വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ലുക്ക് ഒരു ഗ്യാങ്സ്റ്റർ ലുക്കുള്ളതാണ് എനിക്ക് കാണിച്ചത്. നമ്മൾ താറ് ടെസ്റ്റ് ഡ്രൈവിനുണ്ട് ഇട്ടാന്നേന്. വേറെ വണ്ടിയാണ് ഇഗ്നിസ്. അത് നമ്മൾ വിറ്റില്ല, സോറി. അത് നമ്മളെ ബെന്നിയുടെ ഷോറൂമിൽ കിടക്കുകയാണ്. ഇഗ്നിസ് ഒമിനിയായിരുന്നു. നമുക്ക് ഏതൊരു വണ്ടി നമ്മൾ ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിതിൽ രണ്ടും ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. പെട്ടെന്ന് സഫാരി കണ്ടപ്പോൾ ഞാൻ സഫാരി ബുക്ക് ചെയ്തു.
നമ്മളെ ബെന്നി നമ്മളെ ഇഗിനിസ ഒമിനിയ എന്തോ ഏതായാലും വണ്ടി നമ്മളെ കയ്യിലുണ്ടായിരുന്നു. ഈ വണ്ടി ഞാൻ ഇതുവരെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അല്ലെങ്കിൽ പെവർ വണ്ടിയാണ്. നമ്മൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇഗിനിസ് ഒമിനിയും കാണിച്ചായിരുന്നു ഗൈസ്. അതിൽ ഇഗിനിസ് ആയാലും നമ്മളെ വണ്ടി ഒമിനി തെറ്റിപ്പോയി ഗൈസ്. ഒമിനിയും നമുക്ക് ഓടിക്കൊക്കെ തരും. 1,00,000 രൂപയുള്ള കേസ് ഒമിനിക്ക് ഈ സിറ്റിയിൽ. നമ്മൾ കാണിച്ചൊന്നുമില്ല കേസ്. ഇത് വണ്ടി ഇത് പവർ വണ്ടിയാണ് കേസ്. എനിക്ക് ഇഷ്ടമൊക്കെപ്പെട്ട കേസ്. നല്ല വണ്ടി. ഒമിനി നമുക്ക് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഇതിനൊക്കെയാണ്, സാധനങ്ങൾക്കൊക്കെ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് സംഭവമൊക്കെ അങ്ങോട്ട് ആരെങ്കിലും എയർപോർട്ടിൽ എത്തിക്കാൻ നേരത്തെ നമ്മൾ ഒമിനിയാണ് കേസ് എടുക്കുന്നത്. ഇവിടുത്തെ എയർപോർട്ട് ഞാൻ കാണിച്ചിട്ടില്ലല്ലോ. സഫാരിയിൽ പോവാണ്ട് പോലീസ് പിടിക്കും കറുത്ത വണ്ടിയിൽ പോകുമ്പോൾ. ഗ്യാങ്സ്റ്ററാണ് പോലീസ്. നമ്മൾ താറിൻ്റെ ഡ്രസ് ഡ്രൈവ് നടത്താപ്പെടുത്തേക്കും ഇനി വേണോ കേസ്? നമുക്ക് ലാസ്റ്റ് താറിൻ്റെ ഡ്രസ് ഡ്രൈവ് നടത്തിയാൽ പോരെ? വേണോ ഓഫ് റോഡ് വണ്ടിയില്ലേ കേസ്? നമുക്ക് എടുത്തുക്കാം പോവാം കേസ്. നമ്മൾ ഈ താറിന് ബാക്കിൽ ടയറൊന്നും ഇല്ല കേസ്. എന്തൊരു താറാണെന്നോ കളിയടിച്ച്. അതിനൊരു ബന്നിയിലൊക്കെ ഒന്ന് കവാല കുറ്റിയാണ് കിട്ടുക. നമ്മൾ അത് സാരമില്ല. നമ്മളിവിടെ എവിടെയോ ഒരു എയർപോർട്ട് നമ്മൾ അന്ന് കണ്ടായിരുന്നു കേസ്. സ്ഥലവും മറന്നുപോയല്ലേ. ഇതിപ്പോൾ അങ്ങോട്ടാണോ? അവിടെ തന്നെ കേസ്. എയർപോർട്ട് കണ്ടിട്ടുണ്ട് കേസ്. ഞാൻ നാളെ നമ്മൾ മഹീന്ദ്ര താറൊക്കെ എടുത്തുകൊണ്ട് പോവാണ് കേസ്. ഒറിജിനൽ താറിന് ഇൻറ്റീരിയർ പോലെ ഇല്ല. നമ്മളെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D സിറ്റിയിലെ പഴഞ്ച മോഡൽ ഇതേ മോഡൽ താർ പണ്ടുണ്ടായിരുന്നു കേസ്. നമ്മളതിനെ മോഡിഫൈ ചെയ്തെടുത്തതാണ് കേസ്. ആ മോഡൽ താറിൻ്റെ അകത്ത് ഒറിജിനൽ താറിലുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേസ്. ഇത് വളച്ച് കയറണം. അതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല കേസ്. നമ്മളെ സിറ്റിയിൽ പുതിയതാണല്ലോ കേസ്. നമ്മൾ അങ്ങനെ അത്ര പിടിയില്ല എൻട്രൻസും. തൊണ്ടടിയാണ് നമ്മളിവിടേക്ക് മൊത്തം തപ്പും കേസ്. എൻട്രൻസ് കിട്ടില്ല, അതിൻ്റെ അകത്ത് കയറും. എയർപോർട്ട് കണ്ടല്ലോ കേസ്. എൻട്രൻസ് ഒന്ന് എടുക്കേണ്ടി വരും. എൻട്രൻസിന് വേണ്ടി ചീറിപ്പായാണ് അമ്മാറിനെയാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാ ഗൈസ്, ഗെയിം തെറാപ്പിസ്റ്റ് ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. ഞാനൊരു ഗെയിം തെറാപ്പിസ്റ്റിൻ്റെ ഫാനാണ്. എന്നെ പോലത്തെ ഗെയിം തെറാപ്പിസ്റ്റ് ഫാൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. അപ്പോൾ ഗൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. എൻ്റെ അളിയാ റാമ്പൊക്കെ ഉണ്ട്. ഞാൻ റാമ്പിലൊക്കെ ചാടുമ്പോൾ അന്തസ്. ഈ ബിൽഡിങ്ങിൻ്റെ അടുത്തായിരുന്നു. പക്ഷേ വെറുതെ അയ്യോ ഇത് വേറെ ബിൽഡിംഗ് ആയിരുന്നില്ലേ? തെറ്റിപ്പേസ് ബിൽഡിംഗ് ആയിരുന്നു. മാറിപ്പോണേ. ഫോണിലൊന്നും ഒട്ടും ചാർജില്ല. ഇത് എവിടെ കൊണ്ട് അവസാനിക്കും? എയർപോർട്ട് എല്ലായിടത്തും എറിഞ്ഞ് ഹൈഷ്. ഒരു എയർപോർട്ടിൻ്റെ എൻട്രൻസ് തപ്പി നടക്കണം അമ്മാറിനെയാണ് ഗായ്സ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ എൻ്റെ എയർപോർട്ടിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ലേ? എൻട്രൻസ് ഇല്ല സിറ്റി എയർപോർട്ടിൽ. വെറുതെ സമയം പോയി. ജസ്റ്റ് കുറച്ചുകൂടെ പോവാം. വീടെത്തുമില്ല. അങ്ങോട്ട് കൂടെ കയറാൻ പറ്റുമോ? ഒരു ഓപ്പണിങ്ങും ഇല്ല ഒരിടത്തും. ഗായ്സ് നമ്മൾ ഇത്രയും സമയം ഇവിടെ വന്നിട്ട് കണ്ടില്ലേ ഗൈസ് എൻട്രൻസ്? ചമ്മിത്തേനൊട്ടി അമ്പലമാലി പ്ലെയിനെ കിടപ്പുണ്ട്, എടുത്തോണ്ട് പറക്കാം. സന്ധിലി സേലിമേ സുന്ദർ സമൃദ്ധത്തിൻ്റെ ആ പാട്ടറിഞ്ഞൂടെ കേസ് അറിയൂ? വാവ് പ്ലെയിനെ പറക്ക്. പ്ലെയിനിൻ്റെ ടേക്ക് ഓഫ് ആണ് ഗായ്സ്. നമ്മൾ പ്ലെയിനിൻ്റെ ടയറിനടുത്ത് മുതുകത്ത് വെച്ചോണ്ട് പോകാൻ പോണേ. പ്ലെയിൻ മുമ്പോട്ടെല്ലാം വരുമോ? ഇതായിരിക്കും പ്ലെയിൻ. ഇവിടെ ഒന്നും സ്റ്റാർട്ടാവുന്നില്ല. പൊട്ട പ്ലെയിൻ പക്കാ പൊട്ട പ്ലെയിൻ. നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് പോവാം, നമ്മളെ വീട്ടിലോട്ട്. വഴി ഏതായിരുന്നു ഞാൻ വന്ന?
ഇതാണെന്നെ ഇത് തന്നെ ഇതില്ല. അയ്യോ തന്നെ അത് സഫാരി എടുത്ത് പറക്കാനുള്ളതാണ്. ഇനി താറ് നല്ല വണ്ടി നല്ല കൊള്ളം പവർ പെർഫോമൻസ് തന്നെ. ഇനി നമുക്ക് നേരെ നമ്മളെ വീട് ഏതായിരുന്നു? വീട്ടിലെ വഴി വരെ മറന്നുപോയി സ്വന്തം. ഇനി കുഴപ്പമില്ല, എല്ലായിടത്തും പോയി തപ്പണ്ടി വരും. എൻ്റെ വീട് ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, അറിയായിരുന്നു കേസ്. അയ്യോ ഇവിടെയല്ലേ നമ്മൾ എന്താ ഇന്ന് ബെന്നി എവിടെയാണോ പിടിച്ചടിക്കാൻ പോണത്. തല പിടിച്ചടിക്കില്ല, തല ബെന്നിക്ക് അടിച്ച് മടുത്ത സ്ഥലമാണ് കേസ്. ബെന്നി ഇനി മുതൽ അല്ലെങ്കിൽ അതിന് ബെന്നീനെ അടിക്കാൻ സമ്മതിക്കില്ല. എന്നെ തൊട്ടാ ബെന്നീന് വിവരം അറിയും. ബെന്നീനെ അടിച്ച് പിരത്തിടും, മൂലക്കിടും. ഞാൻ ബെന്നിക്ക് പറഞ്ഞിട്ടുണ്ട് ബെന്നീൻ്റെ അടുത്ത്, എൻ്റെ അടുത്ത് കളിക്കാമെന്ന് അടിച്ച് നിങ്ങളെ മോന്ത ഞാൻ തറയും അടിച്ചിൻ്റെ 32 പല്ല് ഞാൻ തറയിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ബെന്നി ഇങ്ങോട്ട് അടിക്കാൻ വരട്ടെ, അവനാകെ എൻ്റെ മുതലാളിയാണ്, അവൻ അടിക്കാൻ വരെ. ഇനി ബെന്നി അടിക്കാൻ വരുന്നതിൻ്റെ അന്നേ അടിക്കും. ബെന്നിയുടെ കവാലം പുളക്കി കിട്ടും. ബെന്നി തെറിക്കും. നമ്മൾ പറഞ്ഞ് ഇങ്ങോട്ടായിരുന്നു ഈ വണ്ടി ഓടിച്ച് പോയത്. ഇപ്പം ഇങ്ങോട്ട് കയറ്റി വെക്കുക. ഇതെവിടെയാണ്? ഈ ബിൽഡിങ് എനിക്കറിയായിരുന്നു. ഈ ഒരു ബിൽഡിങ് കഴിഞ്ഞ് എവിടെയായിരുന്നു നമ്മളെ വീട്. ഇത് അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ്. അന്തസ് ഡോറ് ഇളകി കുറേ സമയം കൊണ്ടിട്ടടിക്കണത് ഇറക്കാൻ. ഞാൻ പറഞ്ഞു വേണ്ടാവേ. അപ്പോഴേ ഞാൻ പറഞ്ഞ വേണ്ടെന്ന്. അയ്യോ അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് വേണ്ടെന്ന്. വണ്ടി പോയല്ലോ ഗൈസ്, നമുക്ക് സഫാരി എടുത്ത് പോവാം. നമ്മളെ വാസ്പല്ല ഫ്രഷ് LML വെസ്പ ഫാൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണമെങ്കിൽ, താറിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ സോറി ഗെയ്സ്, ഞാൻ നല്ല സൂപ്പർ താറാക്കും ഗെയ്സ്. ഇത് നമ്മളെ മറ്റേ സിറ്റിയിൽ നമ്മളെ ഇന്നൊക്കെ പോയിരുന്നു ഗെയ്സ്. നമുക്ക് കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റുന്നതിന് മെയിൻ റീസൺ നമ്മൾ ആ സിറ്റിയിൽ ഈ സിറ്റിയിൽ നമുക്ക് കറങ്ങടിച്ച് നടക്കുന്നത് കുറേ ദിവസം. ഒരു എൻജോയ്മെൻറ്റ് വേണ്ട ഇന്നോവയിൽ നിന്ന് കയറിയ. അപ്പം ആ സിറ്റിയിൽ പോയിട്ട് ഞാൻ താറൊക്കെ ഒരു താറെടുത്ത് ഗെയ്സ് മൊത്തം മോഡിഫൈ ചെയ്ത് പണിഞ്ഞിറക്കി വണ്ടി. ആ സിറ്റിയിലൊക്കെ സഫാരി കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ പിന്നെ പറയണ്ട, ഞാൻ പറപ്പിച്ച് മോഡിഫൈ ചെയ്യും. ഈ സിറ്റിയിൽ മോഡിഫിക്കേഷൻ അലൗഡല്ല ഗൈസ്. സിറ്റിയിൽ ഒരാൾക്കാരും ഇല്ല ഗൈസ്. എന്താണോ എന്തോ എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ ബെന്നി സിറ്റി വാടകയ്ക്ക് എടുത്താൽ ഗൈസ് നമുക്ക് വേണ്ടി നമ്മളാൾക്കാർ അതാ വണ്ടിയെല്ലാം വെച്ച് ഇടിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ബെന്നി മിക്കവാറും ജാഗ്രത കൊടുത്ത് ഇരുത്തിയേക്കായിരിക്കും ഗൈസ് ഫ്ലാറ്റുകളിൽ. ഒരു മണ്ടം വരുന്നുണ്ട്, അവന് മുഴുത്ത വട്ടാണ്. നാട്ടുകാരെല്ലാവരും വീട്ടിൽ കയറിയിരിക്കൂ. ഒരു മനുഷ്യൻ പോലും അവൻ്റെ അടുത്തേക്ക് അടിക്കില്ല. അടുത്താൽ അവൻ നിങ്ങളെ കൊണ്ടുപോയി ഇടിക്കും വണ്ടി വെച്ച്. അതുകൊണ്ട് ആരും പറയില്ല അവൻ വാണം വിട്ട കണക്കത്തെ റോക്കറ്റ് പോർക്കാണെന്നൊക്കെ ബെന്നി പറഞ്ഞതാണ്. അത് നല്ലതാണ് ഗൈസ്, ബെന്നി അങ്ങനെ പറയൂ ഗൈസ്. സഫാരി വഴിയാണ് ഗൈസ്. സഫാരി നല്ല ഹാൻഡിലിംഗ് ഉള്ള വണ്ടി തന്നെ ഗൈസ്, കൊള്ളാം, സൂപ്പർ. ഞാൻ വണ്ടി വാങ്ങിച്ച ഞാൻ KTM അടിച്ച് എന്തൊരു റിയൽ ലൈഫിലൊക്കെ ആണെങ്കിൽ KTM എപ്പോഴേ ഉരുണ്ട് തറയെ വീണേനെ. ഇത് കൊള്ളാം കേസ്, KTM തറയെ വീഴുന്നില്ല. നമ്മളിവിടെ സേഫായിട്ട് പറിച്ചിട്ടുണ്ട്, എനിക്ക് ഇടിക്കാതെ തന്നെ. ഇത് പൊളി വണ്ടിയാണ്, ഞാൻ ഓടിച്ച് കാണിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് ആവശ്യമൊന്നും. സ്വന്തം വണ്ടിയാണ് കേസ് ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണ് കേസ്, പൊളി വണ്ടിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ബ്ലൂ ഓറഞ്ച് കളറൊക്കെ അടുപ്പിച്ചത് കേസ്. കാരണം വൈറ്റാണ് യൂസ് കളറിൽ, ഞാൻ ബ്ലൂ ഓറഞ്ചൊക്കെ അടുപ്പിച്ചത്. ആ വെസ്പ ഞാൻ ആദ്യം പറഞ്ഞതേ ഇവിടെ വീട്ടിലിരിക്കണമെന്നല്ല, ഞാൻ തള്ളി മരിച്ചാണ് കേസ്. ഈ വെസ്പ ഞാൻ ഫോട്ടോയുടെ ഇടയിൽ കണ്ടപ്പോൾ ഒരു വിലക്കുറവിന് ഒരു വണ്ടി ഇടയാണ്. അപ്പം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഒരു വിൻറ്റേജ് ലുക്ക് ഇട്ട വീടിൻ്റെ കാർ പോർച്ചിൻ്റെ മണ്ടയിലെടുത്ത് വെക്കാനായിരുന്നു കേസ്. അപ്പോൾ ഇങ്ങനെ കാർ പോർച്ചിൻ്റെ സ്കൂട്ടി ഇരിക്കണമല്ലേ ആവുമല്ലോ, കൊണ്ടുവന്നപ്പോൾ എനിക്ക് നല്ല ഭംഗി ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കേസ്. ഇനി കുലുങ്ങിപ്പോൾ നല്ല സസ്പെൻഷൻ. ഇത് താറിലൊക്കെ സസ്പെൻഷൻ വെക്കുന്നതിനെ കാട്ടിയും പവർ സസ്പെൻഷൻ തന്നെ.
ടക്ക 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 ടങ് 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 ടക്ക ടക്ക ടക്ക. ഒരു സെക്കൻഡ് ഗൈസ്. അപ്പം ഗൈസ് നമ്മൾ ഹെൽമെറ്റ് എടുത്ത് വയ്ക്കാനായിരുന്നു ഗൈസ്. ഓ എൻ്റെ അളിയ പെവർ വണ്ടിയാണ് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വണ്ടി ഗൈസ്. നിങ്ങളാണ് എൻ്റെ നമ്പന്മാർ ഗൈസ്. നിങ്ങളില്ലാതെ എനിക്കെന്ത് ജീവിതം ഗൈസ്. ഗൈസ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ കുഞ്ഞുവാവ കരയും, കുഞ്ഞുവാവയ്ക്ക് വിഷമവും. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ കുഞ്ഞുവാവയ്ക്ക് വിഷമവും, കുഞ്ഞുവാവ കരയും. കുഞ്ഞുവാവ ഇവിടെ കിടന്ന് കരിഞ്ഞ് വിളിക്കും, കുഞ്ഞുവാവയ്ക്ക് വിഷമവും. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണേ. ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തിട്ടിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല ഗൈസ്. ടാണാൻ എങ്ങനെയുണ്ട് ഗൈസ് നമ്മൾ സെൻറ്റിമെൻറ്റ്സ് പാട്ടൊക്കെ ഇട്ട് കൊള്ളാം ഗൈസ്, നല്ല പാട്ടൊക്കെ ഉണ്ട്. നമ്മൾ പാടിയതല്ലോ ഗൈസ്. ഓ ഇത് താന് നമ്മളിത് BGM ആണെങ്കിൽ ഗെയിമർക്ക് വരെ സങ്കടം തോന്നി ഗൈസ്. നമ്മളെ അവസ്ഥ കണ്ടിട്ട് നമ്മളെ ബെന്നിക്കൊണ്ടൻ്റെ ഒരു കോള് വരുന്നു ഗൈസ്. വിളിക്കേ ഇപ്പോൾ വന്നായിരുന്നു, നമുക്കൊന്ന് വിളിച്ചു നോക്കട്ടെ അങ്ങോട്ട് തിരിച്ച്. ബെന്നിക്കുട്ടൻ വേറെ സിമ്മൊക്കെ ഉണ്ട് ഗൈസ്. ബെന്നിക്കുട്ടൻ്റെ നമ്പരല്ല, ബെന്നിക്കുട്ടൻ്റെ കൂട്ടുകാരൻ്റെയാണ്. വിളിച്ചു നോക്കാം. ഹലോ ഡേ എന്താ ഇപ്പോൾ കൊണ്ടുവരാൻ വണ്ടി? ആ ശരി ഗൈസ്. നമ്മളെ ഒമിനിക്കുട്ടൻ ഇപ്പോൾ കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് ഒമിനി തന്നെ ഗൈസ്. നമുക്ക് നമ്മളെ സിറ്റിയിലോട്ട് പോവാൻ. ഒമിനിയാണോ? അയ്യോ ഒന്നുകൂടെ വിളിച്ച് നോക്കിയിട്ട് ഒമിനിയാണോ നോക്കട്ടെ. ഓഫ് നമ്പരും തെറ്റിപ്പോയാ. ഇനിയിപ്പോൾ ബെന്നിയുടെ ഒറിജിനൽ നമ്പറിലോട്ട് വിളിക്കാം. ഹലോ ഡേ ബെന്നി. സ്കോർപ്പിയോ ഗൈസ്. നമ്മളെ സിറ്റി കൊണ്ടുപോയിട്ട് ബെന്നിയുടെ ഷോറൂമിൽ കൊണ്ടുപോയി വെള്ള പെയിൻറ്റ് അടിച്ചു തരാൻ പറഞ്ഞു. ഇവിടെ നിന്ന് ഏതാ പൊട്ട പെയിൻറ്റിലാണ് കിട്ടുന്നത്. നമുക്ക് എന്തായാലും വണ്ടി കിട്ടുന്നവരെ വെയിറ്റ്